വീട്ടുചെലവുകൾ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളുടെ മാനസികാവസ്ഥ കാണുന്നില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് കുടുംബത്തിൽ നിരാശയും വേദനയും ഉണ്ടാക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ വില കുറയുന്നതും ഇന്ന് ബന്ധങ്ങൾ പലപ്പോഴും ഈഗോയുടെയും ദേഷ്യത്തിൻ്റെയും മുന്നിൽ തോറ്റുപോകുന്നു. ഞാനാണ് ശരി എന്ന മനോഭാവം കൂടുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. സമാധാനം നഷ്ടമാകുന്നു. വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു മുൻപ്, ബഹുമാനം ഉണ്ടായിരുന്നു മുൻപ്, ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ഇന്നും ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നമാക്കുന്നു. ബന്ധങ്ങൾ പെട്ടെന്ന് അകന്നു പോകുന്നു. കുടുംബം എന്നത് ജയിക്കാനുള്ള സ്ഥലമല്ല, പരസ്പരം മനസ്സിലാക്കാനുള്ള ഇടമാണ്. അത് മാത്രമല്ല, രക്ഷിതാക്കളും ഒരു കാര്യം ശ്രദ്ധിക്കണം. മക്കളെ ഒരുപോലെ കാണേണ്ടത്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്നേഹവും ശ്രദ്ധയും വളരെ പ്രധാനമാണ്. മക്കളെല്ലാവരും ഒരുപോലെ ആണെന്ന് അവർക്ക് അനുഭവപ്പെടണം. ചിലപ്പോൾ ഒരു കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. അതിനാൽ മാതാപിതാക്കൾ അവനെ കൂടുതൽ സഹായിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. പക്ഷേ തുടർച്ചയായി ഇത് തന്നെ നടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം കൂടുതൽ പരിഗണന കിട്ടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ അവഗണിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരാളുടെ ഭാഗം മാത്രം നോക്കുന്ന രക്ഷിതാക്കൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറ്റുള്ള മക്കളുടെ മനസ്സിൽ വിഷമം വളരാം. അവർ ചിന്തിക്കും, ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ, ഞങ്ങൾക്ക് വിലയില്ലേ. അവിടെ നിന്നാണ് അസൂയ, അകലം, ദേഷ്യം, കുടുംബ തർക്കങ്ങൾ ഇതെല്ലാം തുടങ്ങുന്നത്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് എല്ലാ മക്കളെയും കേൾക്കുക, ഒരുപോലെ ബഹുമാനിക്കുക, സ്നേഹം ബാലൻസ് ചെയ്യുക. തെറ്റ് ചെയ്താൽ ആരായാലും അത് തിരുത്തുക. കാരണം ഒരു കുട്ടിയെ മാത്രം പിടിച്ചു നിർത്തുമ്പോൾ മറ്റു കുട്ടികളുടെ മനസ്സ് പതുക്കെ അകന്നു പോകാം. കുടുംബത്തിലെ സമാധാനം നിലനിൽക്കാൻ സ്നേഹവും ശ്രദ്ധയും നീതിപൂർവ്വം പങ്കിടണം. ഇങ്ങനെയുള്ള അക്രമങ്ങളും വഴക്കുകളും മുൻ കോപങ്ങളും ഒക്കെ തടയാൻ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സംസാരിക്കാൻ സമയം കണ്ടെത്തുക. കുടുംബവുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ദിവസം കുറച്ച് സമയമെങ്കിലും കുട്ടികളോടായി സംസാരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. കേൾക്കപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും അക്രമത്തിലേക്ക് പോകാറില്ല എന്ന് മനസ്സിലാക്കാറുണ്ട്. മാതാപിതാക്കളുടെ വഴക്കുകൾ കുറയ്ക്കുക. വീട്ടിൽ സ്ഥിരമായ വഴക്കുണ്ടാകുമ്പോൾ കുട്ടികളുടെ മനസ്സിനെ അത് ബാധിക്കും. അവർക്ക് ദേഷ്യം കൂടാം, വീടിനോട് തന്നെ വെറുപ്പ് വരാം. ശാന്തമായ വീടുകളാണ് നല്ല മക്കളെ വളർത്തുന്നത്. ലഹരിയിൽ നിന്ന് മക്കളെ രക്ഷിക്കുക. സുഹൃത്ത് വലയങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ സുഹൃത്ത് വലയങ്ങളെ ശ്രദ്ധിക്കുക. രാത്രിയിലെ ഹാബിറ്റ്സ്, അവരുടെ രാത്രിയിലെ സ്വഭാവം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ, ഓൺലൈൻ സ്വാധീനം ശ്രദ്ധിക്കുക. സ്നേഹത്തോടെ ശ്രദ്ധിക്കുക, ഭയപ്പെടുത്തിയല്ല. മക്കളെ താരതമ്യം ചെയ്യാതിരിക്കുക. അവനെപ്പോലെ ആകൂ, നിനക്കൊന്നും പറ്റില്ല. ഇത്തരം വാക്കുകൾ കുട്ടികളുടെ മനസ്സിനെ തകർക്കും. സ്നേഹവും നിയന്ത്രണവും ബാലൻസ് ചെയ്യുക. കുട്ടികളെ അമിതമായി സ്നേഹിക്കുന്നതും പ്രശ്നമാണ്. കുട്ടികളെ അതികഠിനമായി ഉപദ്രവിക്കുന്നതും ശിക്ഷിക്കുന്നതും പ്രശ്നമാണ്. മക്കൾക്ക് സ്നേഹവും ബഹുമാനവും ശരിയായ ഗൈഡൻസും വേണം. ദീൻ, ആത്മീയത കുടുംബത്തിൽ കൊണ്ടുവരിക. ഒരുമിച്ച് നമസ്കരിക്കുക, ഖുർആൻ കേൾക്കുക, ദുആ ചെയ്യുക. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളിൽ സമാധാനം കൂടുതലായിരിക്കും. ഒരു കുടുംബം തകരുമ്പോൾ അതൊരു വീടിൻ്റെ മാത്രം പ്രശ്നമല്ല, അതൊരു സമൂഹത്തിൻ്റെ വേദനയാണ്. മക്കളെ മനസ്സിലാക്കൂ, മാതാപിതാക്കളെ ബഹുമാനിക്കൂ, കുടുംബത്തെ സംരക്ഷിക്കൂ. അള്ളാഹു നമ്മുടെ വീടുകൾക്ക് സമാധാനവും സ്നേഹവും നൽകട്ടെ. ആമീൻ.